ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നെന്നൊക്കെ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് ഡേ മൈ ലൈഫിൽ തുടങ്ങിയതായിരുന്നു കേട്ടോ. അങ്ങനെ തുടങ്ങാമെന്ന് ഓർത്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇതെന്തിനാണ് ഇപ്പോൾ അവസാനിച്ചേക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഗായ്സ്. അപ്പോൾ ഇത് ഡേ മൈ ലൈഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ കുഞ്ഞുവാച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രീതാമ്മയാണ് തൂക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രീതാമ്മ വിളിച്ചപ്പോൾ ഒന്ന് അടുക്കെ വന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി ഇച്ചിരി ചൂടുവെള്ളം ചൂടാക്കി കുടിക്കാമെന്ന് ഓർത്തു. എനിക്കെപ്പോഴും അങ്ങനെ വരുള്ളൂ ഗൈസ്. അങ്ങനെ കുടിവെള്ളവും കുടിച്ച് ഇവിടെ പ്രീതാമ്മയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പത്രത്തിലാണ് ഒരു ചേട്ടൻ വരച്ച വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് കാപ്പി കുടിക്കാനായിട്ട്, ഇന്ന് കാപ്പിക്ക് പുട്ടും കടലക്കറിയാണ്. അങ്ങനെ പ്രീതാമ്മ അത് കൊണ്ടുവന്ന് തന്നു. ഞാൻ ഉടനെ കഴിക്കുവാണ്. ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാനായിട്ട്. ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുങ്ങുന്നത്. എവിടെയാണ് പോകേണ്ടതെന്ന് ഞാൻ വഴിയേ പറയാവേ. അപ്പോൾ ഈ ഉടുപ്പ് എനിക്ക് ഐശ്വര്യ മേടിച്ചതെന്നാണ് കേട്ടോ കല്യാണത്തിന്. അതിൻ്റെ ഇടയ്ക്ക് ഐശ്വര്യ ചേച്ചി വിളിച്ചു. ചേച്ചി ഇന്ന് പോകുവാണെന്നും പറഞ്ഞ് ചേച്ചി വന്നായിരുന്നു കേട്ടോ. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് എഴുതാൻ വേണ്ടി വന്നായിരുന്നേ. അങ്ങനെ ചേച്ചിയൊക്കെ പോയ ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലമാണ് കേട്ടോ, കൊല്ലംപറമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ അല്ലേ കൂടി നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി, ബസ് കയറി നേരെ ആര്യക്കരയിലെത്തി. ഇതാണ് കേട്ടോ ആര്യക്കര അമ്പലം. വളരെ നല്ലൊരു അമ്പലമാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്ക് സ്കൂളും അതിൻ്റെ തൊട്ടപ്പുറം പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത്, ABVHSS ഹയർ സെക്കൻഡറി സ്കൂൾ മുഹമ്മ. പക്ഷേ അവിടുത്തെ വീഡിയോ എടുക്കാൻ വലുതായിട്ട് പറ്റിയില്ല, കാര്യം അവിടെ ഭയങ്കര ഇൻ്റർവെൽ സമയമായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് കയറി തിരിച്ച് ഞാൻ പുത്തനങ്ങാടിക്ക് പോരുവാണ് കേട്ടോ. ഈ ബസ്സിനകത്തേക്ക് പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലേ, നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പുത്തനങ്ങാടി സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് സോമൻചാൻ്റെ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കുവാണ്. എനിക്കാണ് പുത്തനങ്ങാടിയിലൊക്കെ പോകുമ്പോൾ ഒന്നെങ്കിൽ സോമൻചാൻ്റെ കട, അല്ലെങ്കിൽ അജ്മി, അല്ലെങ്കിൽ ഒരു അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കട നമ്മുടെ പള്ളിയുടെ അവിടെയുണ്ട്. അവിടെ നിന്നായാലും എനിക്കൊരു വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല ഫ്രണ്ട്സ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചത് നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കടയിലൊക്കെ കയറിയായിരുന്നു കേട്ടോ. എന്തോ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ഒരു പ്രത്യേക സമാധാനം ഗൈസ്. കുറേ നാളായി പോയിട്ട്. ഇനി അങ്ങോട്ട് പക്ഷേ ഇനി ഞാൻ അങ്ങനെ എപ്പോഴും പോകത്തില്ല ഗൈസ്. എനിക്ക് പുതിയ സ്കൂള്, വേറെ സ്കൂളിലേക്കാണ് ഇനി. അപ്പോൾ പാലുത്ര പള്ളിയിലെത്തി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു പുണ്യാളനാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ പുണ്യാളനെ കണ്ട് പ്രാർത്ഥിച്ച് നേരെ വീട്ടിൽ വന്ന് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി. പക്ഷേ ആ വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ച് വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത് മതിലകത്തപ്പം ആശുപത്രി അഡ്മിറ്റായ ആളെയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ആക്കാൻ വേണ്ടി പാറു ലിഫ്റ്റിൽ കൂടി കൊണ്ട് ആക്കിയൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി. പിന്നെ തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആരെ കാണാൻ പോയെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ആളെയൊക്കെ കണ്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഞാനും ശങ്കരനും രാധാമ്മയും കൂടിയാണ് പോയത്. അത് കഴിഞ്ഞ് ഇച്ചിരി തലവേദന ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കണമല്ലോ, വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഇവിടുത്തെ CPI ബ്രാഞ്ചുകാർ, കൊല്ലംപറമ്പ് ബ്രാഞ്ചുകാർ എനിക്ക് മൊമെൻറ്റുമായിട്ട് വന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു, അപ്പുറത്ത് മിനിയമ്മയുടെ വീട്ടിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാനും പ്രീതാമ്മയും കൂടി മിനിയമ്മയുടെയും വിനുവച്ചൻ്റെയും വീട്ടിൽ പോവുകയാണ്. ഇവിടെ ഇന്ന് അച്ചുവക്കയുടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ട് വർത്താനം പറയാനെന്നും പറഞ്ഞ് പോവുകയാണ്. നമ്മൾ ഉച്ചയ്ക്കും കണ്ട് വർത്താനം പറഞ്ഞു തന്നാലും വൈകുന്നേരം നമ്മളെല്ലാവരും പോയി വർത്താനം പറയുവാണ്. ഇത് ലച്ചുവിനെ അറിയാമല്ലോ. അപ്പോൾ അവിടെ ആയിട്ട് നീല ഷർട്ടിട്ടിരുന്നതാണ് കേട്ടോ അച്ചുവക്കയുടെ അച്ഛൻ. അപ്പോൾ ലച്ചു ഭയങ്കര ഹൈ കാണിക്കലാണ് ഗൈസ്. അതിനിപ്പോൾ നേരെ ഞങ്ങൾ അടുക്കളയിൽ കൂടി കയറിയപ്പോഴത്തേക്കാണ് മിനുവച്ചൻ ഇവിടെ നല്ല അടിപൊളി മീൻകറി വെക്കുവാണ് കേട്ടോ. മീൻകറിയുടെ പേര് മറന്നുപോയി കേട്ടോ എല്ലാവരും. മീനിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ മീൻകറി വെക്കുവാണ്. മിനുവച്ചൻ നല്ല അടിപൊളിയായിട്ട് ഫുഡ് എന്ന് വെച്ചാൽ കറികളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുവേ. അപ്പോൾ ഇതാണ് കേട്ടോ അച്ചുവക്കയുടെ അമ്മ. പിന്നെ ഇത് മിനിയമ്മ. അപ്പോൾ മിനുവച്ചൻ എനിക്ക് കുറച്ച് കറിയൊക്കെ തന്നു വിട്ടു കേട്ടോ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ഇത് ഡേ മൈ ലൈഫായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലെന്ന് കമൻറ്റ്. ഡേ മൈ ലൈഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ സമ്മാനം.